ആരെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരെ അകത്തിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്. ഒരു മുടി വെട്ടിയില്ല. 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂളിലെ അധ്യാപകർ. കൊല്ലം ഉമേനെല്ലൂർ മൈലാപ്പൂർ AKMHSSലെ വിദ്യാർത്ഥികളെയാണ് മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ ഗേറ്റിന് വെളിയിലാക്കിയത്. രാവിലെ പെയ്ത മഴയും നനഞ്ഞാണ് കുട്ടികൾ വെളിയിൽ നിന്നത്. അധ്യയന വർഷം ആരംഭിച്ചതോടെ ഇന്നലെ +2 ക്ലാസ് തുടങ്ങിയിരുന്നു. ഇന്ന് സ്കൂളിൽ ചെന്ന വിദ്യാർത്ഥികളെയാണ് പ്രധാന അധ്യാപിക പുറത്താക്കിയത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ബാർബർ ഷോപ്പ് അവധിയാണ്. നാളെ മുടിവെട്ടി വരാമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും അധ്യാപകർ ചെവികൊണ്ടില്ല. മഴക്കാലമായതോടെ സ്കൂൾ പരിസരം താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളം കയറി ചെളിയായ അവസ്ഥയിലുമാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂം വെള്ളം കയറി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ആയതിനാൽ ഉച്ചകഴിഞ്ഞ് കുട്ടികൾക്ക് അവധി കൊടുക്കുമെന്നാണ് അധികൃതരുടെ ഭാഷ്യം. പകർച്ചവ്യാധി പിടിപെടാൻ ഇത് കാരണമാവുകയും ചെയ്യും. കുട്ടികളുടെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ടുണ്ട് എന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആരെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരെ അകത്തിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി വെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി വെട്ടിട്ട് വരാനാണ് അവർ പറയുന്നത്. എല്ലാവരും എത്ര പേരെ പുറത്തിറങ്ങി? ഇപ്പോൾ 10-14 പേരുണ്ട്. 14 പേര്. എത്ര പഠിക്കും നിങ്ങൾ? ഞങ്ങൾ +1. അടുത്ത +2. ഇപ്പോൾ +2. ടീച്ചർ എന്താ ഇപ്പോൾ പറയുന്നത്? ടീച്ചർ ഇപ്പോൾ അകത്തോരും കേട്ടുന്നില്ല, വെളിയിൽ പോവാൻ. കുറച്ചുമേ മഴയത്ത് ഇറക്കിയിട്ട് അവർ മഴയത്ത് ഇറക്കിയിട്ട് ഇപ്പൊ വെയിലായി. ഇന്നലെ ഇതാണ് കാര്യം ഇറങ്ങി വെളി ഇറക്കി വിടുക. സ്കൂൾ ഗ്രൗണ്ടാണ്, ചേരുള്ള പിള്ളേർക്ക് അസുഖം അവര് പറയും. സ്കൂള് വൃത്തിയാക്കിയിട്ടാണ് പിള്ളേരെ വൃത്തിയാക്കുന്നത്. ഇത്ര നേരം അകത്ത് വെച്ചാൽ കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ട